ഇന്ന് എഡ്യൂക്കേഷൻ ടുഡേയോടൊപ്പം ഉള്ളത് കരിയർ പോസിബിലിറ്റീസിനെ കുറിച്ചും അതിൻ്റെ സാധ്യതകളെ കുറിച്ചും സംസാരിക്കാൻ വേണ്ടി അഡ്വക്കേറ്റ് അർഷാദ് സാറാണ്. വെൽക്കം സർ. സാർ, ശരിക്കും എന്താണ് കരിയർ കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് കരിയർ കൗൺസിലിംഗ്? കരിയർ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഈസ് ദ പ്രൊഫഷൻ വേർ we help students discover their interests, abilities, personalities, and according to that we help them choose certain careers. അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ്, എബിലിറ്റി, പേഴ്സണാലിറ്റി അല്ലെങ്കിൽ മറ്റു റെലവൻറ്റ് ഫാക്ടേഴ്സ് ഡിസ്കവർ ചെയ്ത് കുട്ടികളെ ഏറ്റവും നന്നായിട്ട് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഫീൽഡുകൾ ഐഡന്റിഫൈ ചെയ്യിപ്പിക്കുകയും അതിനുശേഷം ആ ഫീൽഡിലേക്ക് എങ്ങനെ എത്താന്നുള്ള കരിയർ പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കലുമാണ് ഈ പ്രൊഫഷൻ എന്ന് പറയുന്നത്, ഒരു ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ. ഒരു കുട്ടിക്ക് കരിയർ കൗൺസിലിംഗ് നൽകുന്നതിലൂടെ ആ കുട്ടിയുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ് എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളിപ്പോൾ കരിയർ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമതായിട്ട് നമ്മൾ ഒരുപാട് സൈക്കോമെട്രിക് ടെസ്റ്റുകൾ, ലോകത്ത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരുപാട് സൈക്കോമെട്രിക് ടെസ്റ്റുകൾ നടത്തും. അതുപോലെ തന്നെ ഒരുപാട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ, മറ്റു കാര്യങ്ങളൊക്കെ നടത്തി ഇതിൻ്റെയൊക്കെ ഒരു കൽമിനേഷൻ ആണ് ഈ പറയുന്ന കരിയർ കൗൺസിലിംഗിന്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ റിപ്പോർട്ട് ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു കൗൺസിലർ സ്റ്റുഡന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്റ്റുഡന്റിന്റെ പേഴ്സണാലിറ്റി മനസ്സിലാക്കുന്നതിലൂടെ ഒന്നാമതായിട്ട് ഈ സ്റ്റുഡന്റ് ഏത് ടൈപ്പ് ഓഫ് പ്രൊഫഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് പറ്റില്ല, ഇദ്ദേഹത്തിന്റെ സ്ട്രെങ്ത്, വീക്ക്നെസ് എന്തൊക്കെയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ആളാണോ അതോ എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ആളാണോ, അതായത് ഒറ്റയ്ക്ക് ഇരുന്ന് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളാണോ, ഡിസ്കസ് ചെയ്ത് കൂടുതൽ ആളുകളുമായി കൊളാബറേറ്റ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളാണോ. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയർ സ്വാഭാവികമായിട്ടും ഒരു കുറച്ചുകൂടി ഇൻട്രോവേർട്ടഡ് നേച്ചർ ഉണ്ടാവും. പിന്നെ നമ്മൾ വേറെ കുറച്ചുകൂടി വരികയാണെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ പേഴ്സണാലിറ്റി തന്നെ ചില ആളുകൾ ഇൻഡ്യൂട്ടീവ് ആയിരിക്കും, ചില ആൾ ഒബ്സർവൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള അധികം ആളുകളും ക്രിയേറ്റീവ് എൻഡേവേഴ്സിലേക്ക് പോകാൻ താല്പര്യമുള്ളവരായിരിക്കും, ഡിസൈന്, ആർട്ട് അങ്ങനെയുള്ളതായിരിക്കും. ചില ആളുകൾ ഇമോഷണലി ഡിസിഷൻ എടുക്കുന്ന ആളുകളായിരിക്കും, ചിലർ ലോജിക്കലി സീക്വൻഷ്യലി ഡിസിഷൻ എടുക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഇമോഷണലി ഡിസിഷൻ എടുക്കുന്ന ആളുകൾ ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് പോകേണ്ടി വരുന്ന കരിയേഴ്സ് നമ്മൾ ചൂസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. പിന്നെ ചില ആളുകൾ സ്വാഭാവികമായിട്ടും ചില ആളുകളുടെ രീതി എന്ന് പറയുന്നത് അവർ ഓർഗനൈസ്ഡ് ആയിരിക്കും, ചില ആളുകൾ ഭയങ്കര സ്പോണ്ടേനിയസ് അല്ലെങ്കിൽ അത്ര ഓർഗനൈസ്ഡ് ആയിരിക്കില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഡോക്ടർ തീരെ ഓർഗനൈസ്ഡ് ആവാത്തൊരു ഡോക്ടറാണെന്ന് വിചാരിക്കാം, അയാൾ ചിലപ്പോൾ കത്രിക മറന്നു വെക്കും ആളുകളുടെ വയറിൽ. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മുടെ പേഴ്സണാലിറ്റി കരിയറിനെ എഫക്ട് ചെയ്യും. അതായത് ഇപ്പോൾ വളരെ ഇൻട്രോവേർട്ടഡ് ആയിട്ട് ഒരാൾ, അയാളെ നമ്മൾ അക്കൗണ്ടന്റ് ആക്കിയാൽ അയാൾ ഓക്കെ ആയിരിക്കും ചിലപ്പോൾ. നേരെ മറിച്ച് ഒരു എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാൾ അക്കൗണ്ടന്റ് ആക്കിയാലോ അയാൾക്ക് അവിടെ ഇരിക്കാനാവില്ല, വർക്ക് ചെയ്യാനാവില്ല. അപ്പോൾ യുവർ പേഴ്സണാലിറ്റി ഓൾവേസ് ഈസ് എഫക്റ്റിംഗ് യുവർ കരിയർ ചോയ്സ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സെൽഫ് ഡിസ്കവറി നടത്തുമ്പോൾ വി വിൽ നോ അവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ഐ ഗിവ് എൻ എക്സാമ്പിൾ. മോസ്റ്റ് ഓഫ് ദ ഗേൾസ് ദാറ്റ് ഐ ഡൺ കരിയർ കൗൺസിലിംഗ് ഫോർ, അവർക്ക് ഒരു ഇമോഷണൽ സൈഡ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു സൈഡ് എങ്ങനെ എഫക്ട് ചെയ്യാന്ന് വെച്ചാൽ, ചിലപ്പോൾ ആളുകൾ അവരെ മുതലെടുക്കും. അപ്പോൾ ഒരു ജോബിൽ വന്നാൽ എൻ്റെ ജോലി നീ ചെയ്യുമോ, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് തിരക്കുണ്ട് നീ അത് ചെയ്തു തരുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവരെന്താവും, അവരെ ചെയ്തു കൊടുക്കും. അപ്പോൾ നോ പറയാൻ അവർക്ക് അറിയില്ല. അപ്പോൾ ഐ മേക്ക് ദം അവെയർ ഓഫ് ദാറ്റ്. ലൈക്ക് നിങ്ങൾക്ക് നോ പറയാൻ അറിയില്ല, യു വിൽ നെവർ സേ നോ ടു സംബഡി, സോ ബി അവെയർ. അപ്പോൾ ആദ്യം ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുക, എന്നിട്ട് കുറച്ച് ഡിലേ ആക്കിയിട്ട് പിന്നെ നോ എന്ന് പറയാം. അങ്ങനെ നമുക്ക് കുട്ടികളുടെ പേഴ്സണാലിറ്റിയെ അവരെ ഫ്യൂച്ചറിൽ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ അവരുടെ സ്ട്രെങ്ത്, വീക്ക്നെസ് എന്തൊക്കെയാണെന്നും കൃത്യമായിട്ട് ടെസ്റ്റുകളിലൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അത് അവരെ ഒബ്വിയസ്ലി പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ഇപ്പം ഭയങ്കര കോമ്പറ്റീറ്റഡ് ആയിട്ടുള്ള വേൾഡ് ആണല്ലോ. അപ്പം ഒരു കുട്ടിക്ക് തന്റെ കരിയർ ചൂസ് ചെയ്യാനും അത് മനസ്സിലാക്കാനും ഏത് പ്രായത്തിൽ അവർക്ക് കരിയർ കൗൺസിലിംഗ് കൊടുത്തു തുടങ്ങണം എന്നാണ് സാറ് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ സാറിന്റെ മൈൻഡിൽ ഉള്ളത്? എൻ്റെ ഒരു നമ്മൾ പഠിക്കുന്ന സമയത്ത് കരിയർ കൗൺസിലിംഗ് കോഴ്സ് ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് സാധാരണഗതിയിൽ ഒരു 7th മേലേക്കുള്ള കുട്ടികളെ ടെസ്റ്റ് ചെയ്യാം എന്ന് പറയും. അതായത് 8th 9th ലെവലുള്ള കുട്ടികളെ ടെസ്റ്റ് ചെയ്യാന്ന് പറയും. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു 9th 10th ലെവലുള്ള കുട്ടികളാണ് ഏറ്റവും ബെസ്റ്റ് പ്രായം എന്ന് പറയുന്നത്. 11th എത്തുമ്പോൾ എന്തായാലും ചെയ്തിരിക്കണം എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. 10th ഏറ്റവും ബെസ്റ്റ്, കാരണം സ്ട്രീം ചൂസ് ചെയ്യുന്നതിൽ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. ഇപ്പം എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ തന്നെ
ഇപ്പോൾ കുറേ കുട്ടികൾ ഇതേപോലെ അവര് കൊമേഴ്സ് എടുക്കേണ്ടവർ സയൻസ് എടുത്തിട്ടുണ്ട്, സയൻസ് എടുക്കേണ്ടവർ കൊമേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക 11th എത്തുമ്പോഴായിരിക്കും. അപ്പൊ 10th തന്നെ അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ 9th എടുക്കുകയാണെങ്കിൽ ഗൈഡ് ചെയ്യാൻ പറ്റും. അതെ അതെ, അതിവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് വെച്ചാല് നമ്മള് കുട്ടികൾ സ്വാഭാവികമായിട്ടും അവരൊരു ഏർലിയർ ഏജ് എന്ന് പറയുന്നത് അവര് ഇപ്പോൾ സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ പാരന്റ്സിന്റെ കസിൻസിന്റെ ഒക്കെ വാക്കുകൾ കൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടോ അവരുടെ കരിയർ പ്ലാൻ ചെയ്യും. അല്ലെങ്കിൽ ആ സമയത്ത് സ്കോപ്പ് ഉള്ള അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് ഡിസ്കവർ ചെയ്തിട്ടുള്ള ആ ഒരു ലെവലിലുള്ള ജോബുകളായിരിക്കും അവർ ചിന്തയിൽ ഉണ്ടാവുക. അപ്പൊ എന്നാൽ ശരി സയൻസ് എടുക്കാം അല്ലെങ്കിൽ ഇന്നത് എടുക്കാം, മാർക്ക് കുറവാണെങ്കിൽ കൊമേഴ്സ് എടുക്കാം, ആ ഒരു ധാരണയായിരിക്കും പൊതുവെ ഉണ്ടാവുക. നേരെ മറിച്ച് അവരുടെ ഉള്ളിലുള്ള ടെൻഡൻസി ഡിസ്കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനൊരു സ്റ്റോറി ഷെയർ ചെയ്യാം. ശരിക്കും പറഞ്ഞാല് ഷമീർ സി കെ എന്ന് പറയുന്ന ഒരു അറിയപ്പെടുന്ന കൗൺസിലർ ഉണ്ട് കേരളയിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റോറിയാണ്. അദ്ദേഹം ഒരു സ്റ്റുഡന്റ് ആത്മഹത്യക്ക് ശ്രമിച്ചു. അങ്ങനെ കരിയർ കൗൺസിലിംഗ് എന്നുള്ള ഒരു പ്രൊഫഷണൽ അടുത്തേക്ക് കൊണ്ടുവരികയാണ് ഈ കുട്ടിയെ, കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇദ്ദേഹം നോക്കുമ്പോൾ 10th നല്ല മാർക്ക് ഉണ്ട്, 11th മാർക്ക് കുറവാണ്. അപ്പൊ കാരണം എന്താന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് വല്ല ചുറ്റിക്കളി ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ സംശയങ്ങളൊക്കെ പാരന്റ്സിന് വരുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പൊ അതുമൂലം അങ്ങനത്തെ ഒരുപാട് സംസാരങ്ങളൊക്കെ ഉണ്ടായി. കുട്ടി ആകെ ഡിപ്രസ്ഡ് ആയി, കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു. അപ്പൊ രക്ഷപ്പെട്ടു. അങ്ങനെ ഇവിടേക്ക് എത്തിയപ്പോൾ ഡിസ്കവർ ചെയ്യുന്നത് വെച്ചാൽ ഈ കുട്ടിക്ക് കൊമേഴ്സ് ആണ് പഠിക്കാൻ ഏറ്റവും നല്ലത്. അപ്പൊ കുട്ടി സയൻസ് പഠിച്ചിട്ട് ഈ കുട്ടി ബുദ്ധിമുട്ടി എന്താണ് കുട്ടിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാതെ ഡിപ്രസ്ഡ് ആയി. അത് പേഴ്സണൽ ലൈഫിനെ ബാധിക്കാൻ തുടങ്ങി. അപ്പൊ പാരന്റിനോട് ചോദിച്ചപ്പോൾ പാരന്റ് പറഞ്ഞു, എന്റെ മോക്ക് ഇവിടെ ഒരു 5 കിലോമീറ്റർ അപ്പുറം ഒരു സ്കൂളിൽ കൊമേഴ്സിന് അഡ്മിഷൻ കിട്ടിയതാണ്, പക്ഷെ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തൊരു സ്കൂളുണ്ട്, അവിടെയാണ് സയൻസിന് കിട്ടിയത്, പിന്നെ ഇവിടെ തന്നെ ചേർത്താന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. ഇതാണ് പലരുടെയും അവസ്ഥ. സാറ് കുട്ടികളിൽ ശ്രദ്ധിച്ച അവർക്കും ഉണ്ടാവുമല്ലോ, മീൻസ് ഭാവിയെ പറ്റിയുള്ള ആശങ്കകളും കാര്യങ്ങളൊക്കെ. അപ്പൊ സാറ് കുട്ടികളിൽ ശ്രദ്ധിച്ച ആശങ്കകളും ഒക്കെ എന്താണ്? പല തരത്തിലുണ്ട്. ഒന്ന്, അവരുടെ പേഴ്സണൽ കൺസേൺസ് ഉണ്ടാവും, പേഴ്സണൽ പ്രൊഫഷണൽ കൺസേൺസ്. അതായത് സ്കോപ്പ് ഉണ്ടോ, എത്ര സാലറി കിട്ടും, അങ്ങനത്തെ ഒരുപാട് കൺസേൺസ് ഉണ്ടാവാറുണ്ട്. പിന്നെ സൊസൈറ്റൽ കൺസേൺസ് ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. ഉദാഹരണത്തിന് പെൺകുട്ടികളാണെങ്കിൽ എന്നെ പുറത്തേക്ക് വിടുവോ അല്ലെങ്കിൽ എന്നെ പഠിപ്പിക്കുവോ, അങ്ങനത്തെ കൺസേൺസ് ഒക്കെ. അച്ഛൻ ദൂരത്താണെങ്കിൽ വിടില്ല, അങ്ങനത്തെ കൺസേൺസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ ആൺകുട്ടികളിൽ പൊതുവെ പൈസയുടെ കണക്കാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. അതായത് എത്ര കിട്ടും, അല്ലെങ്കിൽ ഞാൻ ഈ പണിക്ക് പോയാൽ ഭാവിയിൽ പൈസക്കാരനാകാൻ പറ്റുമോ. അപ്പൊ ആ ഒരു ട്രെൻഡിലേക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി പ്രത്യേകിച്ച് ബോയ്സ് മാറിയിട്ടുണ്ട്. ഗേൾസും ആ ഒരു ലെവലിലേക്ക് മാറിയിട്ടുണ്ട്, ഫൈനാൻഷ്യലി മാറിയിട്ടുണ്ട്. എങ്കിൽ പോലും ഈ സൊസൈറ്റൽ കൺസേൺസ് കുറച്ച് ഗേൾസിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. സ്കോപ്പ് അല്ലെങ്കിൽ ഫാമിലി കൺസേൺസ്, അതേപോലെ ഫൈനാൻഷ്യൽ കൺസേൺസ് ആണ് മെയിൻ ആയിട്ട് ഞാൻ കാണുന്നത്, കോമൺ ആയിട്ട് കാണുന്നത്. ഓക്കെ, കരിയർ കൗൺസിലിംഗിൽ ഇപ്പം പല ട്രെൻഡുകൾ ഉണ്ടല്ലോ. അപ്പം പുതിയ പുതിയ എന്തൊക്കെ ട്രെൻഡ്സ് ആണ് ഇപ്പം വന്നിരിക്കുന്നത്? ഇപ്പൊ ട്രഡീഷണലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കരിയർ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഇപ്പോൾ 90s തന്നെ 1900s തന്നെ ഇവോൾവ് ആയി വന്നിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ കൂടുതലായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു കരിയർ കൗൺസിൽ ഒരു സ്റ്റുഡന്റിന് അറ്റൻഡ് ചെയ്യൽ നിർബന്ധമാണ് ബിഫോർ ഗ്രാജുവേഷൻ. ആ ഒരു സ്കൂൾ ടൈമിൽ തന്നെ പറയുന്ന കുട്ടികളെ അറ്റൻഡ് ചെയ്യും. നമ്മുടെ നാട്ടിൽ ആ ട്രെൻഡ് ഇല്ല. പിന്നെ ഇപ്പോൾ വളരെ മാറ്റങ്ങൾ വരുന്ന ബുക്കിലേക്കും പേപ്പറിലേക്കും. പണ്ടത്തെ കരിയർ കൗൺസിലേഴ്സ് പേപ്പർ ടെസ്റ്റുകളാണ് നടത്തിയിരുന്നത്. അവര് തന്നെ ഈ ടെസ്റ്റുകളൊക്കെ നടത്തി. അതിപ്പോൾ കുറച്ചുകൂടി കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് മാറി. ആപ്റ്റിറ്റ്യൂഡ്, സ്കിൽസ് ലെവലുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു ഒരു കാലഘട്ടത്തിൽ ടെസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ സ്കിൽസ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു കുട്ടിയുടെ കരിയർ പാത്ത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ വന്നിട്ട് ഇപ്പോൾ ഇൻട്രസ്റ്റ്, എബിലിറ്റി, പേഴ്സണാലിറ്റി, മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് അനലൈസ് ചെയ്യുന്നുണ്ട്. ചില പുതിയ ടെക്നോളജികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ റീജിയണൽ, ലൊക്കേഷണൽ, സൊസൈറ്റൽ ആസ്പെക്ട്സ് കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നന്നായിട്ട് കളിക്കുന്ന കുറേ പ്ലെയേഴ്സ്, ഈ ഒരു ഫീൽഡിലെ സോഫ്റ്റ്വെയർ ജയൻസ് എന്നൊക്കെ പറയുന്നത് എജുമൈൽ സ്റ്റോൺസ്, മൈൻഡ്ലർ, അതുപോലെ ഇപ്പോൾ ഹൈക്വൈസ് എന്ന് പറഞ്ഞ കേരളത്തിലൊരു ടീമുണ്ട്. അങ്ങനെ ഇവരൊക്കെ പല ടൈപ്പ് ഈ സോഫ്റ്റ്വെയർസ്, അതായത് ഈ പറയുന്ന ടെസ്റ്റുകൾ നടത്തുന്ന സോഫ്റ്റ്വെയർസ് പല രീതിയിൽ അവർ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പുതിയൊരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ കരിയർ കൗൺസിലിംഗ് മാറി കരിയർ ഡിസ്കവറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നുണ്ട്. ചിലവർ അഡ്വക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിനെ മീറ്റ് ചെയ്ത് ഇന്ററാക്ട് ചെയ്തിട്ട്
നമ്മൾ എന്താക്കുക, ആ ഒരു കുട്ടികളെ കൊണ്ട് അവരുടെ കരിയർ ചൂസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഈ ഒരു ഫീൽഡിൽ വരുന്നുണ്ട്. അത് പ്രാക്ടിക്കലി എത്രത്തോളം പോസിബിൾ ആണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും ഡയറക്റ്റ്ലി പോയി കണ്ട് മീറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് എങ്ങനെ എത്തുമെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ എന്തായാലും ഇങ്ങനെ ഒരുപാട് ട്രെൻഡുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ പഴയ ട്രഡീഷണൽ മെത്തേഡ് ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉപയോഗിക്കുന്നവരുണ്ട്. നേരെ മറിച്ച് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന അതേപോലത്തെ സിമിലർ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നവരുണ്ട്. പിന്നെ ഓഫ്കോഴ്സ് ഞാൻ പറയുന്ന ഈ പുതിയ അപ്രോച്ച് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എന്തായാലും ഇതിൽ കോമൺ ഈ ടെസ്റ്റ് റിസൾട്ട് ഒരു കരിയർ കൗൺസിലർ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു, ആ കുട്ടിയുടെ സോഷ്യൽ, റിലീജിയസ്, ഫൈനാൻഷ്യൽ, മറ്റ് ബാക്ക്ഗ്രൗണ്ടുകൾ, ഹോപ്സ്, ഡിസയേഴ്സ്, ഇതിനൊക്കെ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സാർ എന്താണ് കരിയർ കൗൺസിലിംഗ് വരാൻ കാരണം? അഡ്വക്കേറ്റ് ആണെന്ന് ഞാൻ കണ്ടു. അപ്പം അഡ്വക്കേറ്റ് എന്നൊരു കരിയർ കൗൺസിലേക്ക് വരാൻ എന്താണ് കാരണം? പിന്നെ സാറിന്റെ കരിയറിൽ ഉണ്ടായ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് എന്താണ്? ഇപ്പം ഞാൻ പേഴ്സണലി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLB കഴിഞ്ഞ ആളാണ്. അപ്പോൾ ഞാൻ ഡൽഹിയിൽ സുപ്രീം കോർട്ടിൽ ഇവിടെയൊക്കെ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ കൊറോണ സമയത്താണ് നാട്ടിലേക്ക് വരുന്നത്. ഞാൻ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നാട്ടിലേക്ക് വന്നത്. സിവിൽ സർവീസ് എഴുതി കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ പേഴ്സണലി എൻ്റെ ഒരു ഒബ്സർവേഷൻ, എന്നെ ഒബ്സർവ് ചെയ്തത് ഇപ്പോൾ 12th സ്റ്റാൻഡേർഡ് മുതൽ നോക്കുകയാണെങ്കിൽ ഞാനൊരു മാനേജ്മെന്റ് ഓറിയന്റഡ് പേഴ്സൺ ആണ്. ലീഡർഷിപ്പ്, മാനേജ്മെന്റ്, ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ആണ് എൻ്റെ ഒരു കോർ സാധനം എന്ന് എനിക്ക് പണ്ടേ ഒബ്സർവേഷൻ ഉണ്ട്. പക്ഷെ ഞാനൊരു കരിയർ ഗൈഡൻസ് ക്ലാസ് 9-10 അറ്റൻഡ് ചെയ്തു. കരിയർ ഗൈഡൻസ് ക്ലാസ് ആണ്, ജനറൽ ഇൻഫർമേഷൻ ആണ്. അപ്പൊ അത് കാരണം സിവിൽ സർവീസിന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആഗ്രഹം ഉള്ളത് കൊണ്ട് ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ഡിഗ്രി എടുത്തു, LLB എടുത്തു. ഇതാണ് ഞാൻ ചെയ്തത്. പക്ഷെ നേരെ മറിച്ച് ഞാനൊരു മാനേജ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സ് എടുത്തിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ഫോർ മീ അക്കോർഡിംഗ് ടു മൈ കോർ കോമ്പിറ്റൻസി. ദെൻ ഐ റിയലൈസ് ദാറ്റ് ദർ ആർ മെനി പീപ്പിൾ ലൈക്ക് മീ. അതായത് കരിയർ ഗൈഡൻസിന്റെ ഒരു വിക്റ്റിമാണ് ഞാനെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതായത് കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ജനറൽ ഒരു ആസ്പെക്ട് നമ്മൾ കേട്ട് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആക്ച്വൽ ഇൻട്രസ്റ്റ്, എബിലിറ്റി, പേഴ്സണാലിറ്റി അല്ലെങ്കിൽ കരിയർ പാത്ത് ഡിസ്കവർ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അത്രയും സെൽഫ് അവയർനെസ് വേണം. സെൽഫ് അവയർനെസ് ഉള്ളവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ പറ്റിക്കൊള്ളാം. അങ്ങനെ ഞാൻ LLB കഴിഞ്ഞു. സിവിൽ സർവീസിന്റെ പ്രിപ്പറേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ടീച്ചിങ്ങിലും ട്രെയിനിങ്ങിലേക്കും അങ്ങനെ എൻ്റർ ചെയ്തു. അങ്ങനെ എനിക്ക് നന്നായിട്ട് വളരെയധികം അതിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കി. ഇപ്പോൾ കരിയർ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ അതിൽ എൻ്റെ ടെസ്റ്റ് എടുത്തപ്പോൾ എൻ്റെ ഫസ്റ്റ് പറയുന്ന പോലെ ഞാൻ പറഞ്ഞ പോലെ മാനേജ്മെന്റും ടീച്ചിങ്ങും ട്രെയിനിങ്ങും ആണ് എൻ്റെ ഒരു കോർ സാധനം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒന്ന് എന്താക്കുക, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ എൻ്റെ ഒരു അവസ്ഥ ഇനി വേറെ കുട്ടികൾക്ക് ഉണ്ടാവരുത്. അപ്പോൾ ദേ ഷുഡ് ബി പെട്ടെന്ന് തന്നെ അവരുടെ ഒരു ഏർലി ഏജിൽ തന്നെ ദേ ഷുഡ് ബി ഏബിൾ ടു ഡിസ്കവർ ദെയർ പൊട്ടൻഷ്യൽ, ദെയർ എബിലിറ്റി, പേഴ്സണാലിറ്റി ആൻഡ് ദെയർ കരിയർ പാത്ത്. ഈ കരിയർ എന്ന് പറയുന്നത് ഒരിക്കലും ഫൈനൽ ആസ്പെക്ട് അല്ല കേട്ടോ. ഞാൻ പറയുന്നത് ഒരു കരിയർ തന്നെ നമ്മൾ ലൈഫ് ലോങ് ചൂസ് ചെയ്യണമെന്നില്ല. ദ ക്യാൻ ബി മൾട്ടിപ്പിൾ കരിയേഴ്സ്. ബട്ട് നമ്മുടെ ഉള്ളിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് ആൻഡ് നമ്മുടെ കുറെ പറയുന്ന കോർ എബിലിറ്റീസ് എന്ന് പറയുന്നത് ചിലപ്പോൾ സെയിം ആയിരിക്കും. ഇപ്പോൾ ഐ ആം സംബഡി വിത്ത് മാനേജറൽ എബിലിറ്റി, ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ആണ് എൻ്റെ ഒരു സാധനം എന്ന് വിചാരിക്കാം. ഞാനിപ്പോൾ ഈ കരിയർ കൗൺസിലിംഗ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ആ സ്ഥാപനം നടത്തുന്ന പ്ലസ് കരിയർ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാൾ, ഞാൻ എന്നെ ഒരു സ്കൂളിലേക്ക് ഇട്ടാലോ ഞാൻ അവിടെ ചിലപ്പോൾ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു അക്കാഡമിക് ഹെഡോ അങ്ങനെ ആവാം. അല്ലെങ്കിൽ എന്നെ വേറൊരു പ്രൊഫഷനിൽ ഇട്ടാൽ ഞാൻ അങ്ങനെ ആ രീതിയിൽ അവിടെ ആവും. അപ്പം നമ്മുടെ ഈ കോർ സാധനങ്ങൾ ഏത് സ്ഥലത്ത് പ്ലേസ് ചെയ്യപ്പെടുന്നു അതനുസരിച്ച് നമുക്ക് എന്താക്കാൻ പറ്റും, പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ കോർ ഉള്ളിലുള്ള നമ്മൾ ഡിസ്കവർ ചെയ്യാന്നുള്ളതാണ്.